പശ്ചിമേഷ്യയിൽ അമേരിക്കയും കൂട്ടാളികളും മെനഞ്ഞ ആഗോള ചതികളെ തകിടം മറിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ ബ്രഹ്മാസ്ത്രം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. ലോകത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ IRGC അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ ഉറച്ച നിലപാട് അത് പ്രഖ്യാപിച്ചതോടെ ശത്രു രാജ്യങ്ങൾ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. വർഷങ്ങളായി കരാറുകൾ ലംഘിച്ച ഇറാന്റെ കോടാനുകോടി ഡോളറിന്റെ ആസ്തികൾ നിയമവിരുദ്ധമായി മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് ഇനി ഇറാന്റെ മണ്ണിൽ കളി നടക്കില്ല. കാരണം ഞങ്ങളുടെ നിബന്ധനകൾ പൂർണ്ണമായും അംഗീകരിക്കാതെ, ഉപരോധങ്ങൾ പിൻവലിക്കാതെ ഈ വഴിയെ ഇനി ഒരു കപ്പലും സുരക്ഷിതമായി കടന്നു പോകില്ല എന്ന് IRGC വക്താവ് സർദാർ മൊഹേബി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വൻ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ വിപ്ലവ വീര്യത്തിന് മുന്നിൽ അന്തിച്ചു നിൽക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. കാര്യങ്ങളുടെ ഗൗരവം പൂർണ്ണമായി മനസ്സിലാക്കാനും ചിലർ മറച്ചുവെക്കുന്ന യഥാർത്ഥ സത്യങ്ങൾ അറിയാനും ഈ വീഡിയോ അവസാനം വരെ ദയവായി കാണുക. എന്തുകൊണ്ടാണ് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഇത്രയും കടുത്ത ഒരു നിലപാടിലേക്ക് പോയത്? അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് വർഷങ്ങളായി ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയുമായി ഇറാൻ ഏർപ്പെട്ട ആ ധാരണാപത്രം അത് കാറ്റിൽ പറത്തി ഇറാന്റെ മരവിപ്പിച്ച കോടാനുകോടി ഡോളർ തിരികെ നൽകാതെ അവരെ നിരന്തരം വഞ്ചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ ആഗോള കെണിയിൽ വീഴാൻ ഇറാൻ തയ്യാറല്ലായിരുന്നു. തങ്ങളുടെ ജലാതിർത്തിയും പരമാധികാരവും സംരക്ഷിക്കാൻ അവർ പോരാട്ടം തുടങ്ങി. ഇതിനിടയിലാണ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ അതായത് അഡ്നോക് ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടാകുന്നതും UAEയും ഒമാനും രംഗത്തു വരുന്നതും. എന്നാൽ വിപ്ലവ പ്രതിരോധത്തിന്റെ പാതയിലുള്ള ഇറാനെ ഇത്തരം അപലപനങ്ങൾ കൊണ്ടോ ഒന്നും പിന്നോട്ട് വലിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ വളരെ വ്യക്തമായി പറയുന്നു, ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന പ്രാഥമിക ചർച്ചകൾ സ്വാഗതാർഹമാണ്. എന്നാൽ കേവലം ചർച്ചകൾ കൊണ്ട് മാത്രം കടലിടുക്ക് തുറക്കില്ല. പ്രത്യേകിച്ച് അമേരിക്ക തങ്ങൾ ചെയ്ത ചതികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇറാന്റെ വാദം. ഇറാൻ നിയമപരമായ അവകാശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇറാൻ ഇപ്പോൾ. പാശ്ചാത്യ ശക്തികൾ പ്രചരിപ്പിക്കുന്ന നുണകൾ പിന്നിലെ യഥാർത്ഥ സത്യം എന്താണെന്നറിയാമോ? ചില പാശ്ചാത്യ നിരീക്ഷകർ ആരോപിക്കുന്നത് ഇറാൻ പണം തട്ടാൻ നോക്കുന്നു എന്നാണ്. അവിടെയാണ് അവർക്ക് ശരിക്കും ഒരു തെറ്റു പറ്റുന്നത്. കാരണം ഇത് പണത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് ഇറാന്റെ ആത്മാഭിമാനത്തിനും പരമാധികാരത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഇറാൻ അനുകൂല വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് സെന്ററിലെ സീനിയർ റിസർച്ച് ഫെല്ലോ ചൂണ്ടിക്കാണിച്ചതുപോലെ അമേരിക്കയുടെ കരാർ ലംഘനങ്ങൾ ഒരു ശാശ്വത ശീലമായി മാറുന്നത് തടയാനാണ് ഇറാൻ ഈ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയുടെ വാഗ്ദാന ലംഘനങ്ങൾ കണ്ട് മടുത്ത ഇറാൻ വിദേശകാര്യമന്ത്രി അരാക്ചി വ്യക്തമാക്കിയത് പഴയ കരാറുകൾ ഇനി പ്രാബല്യത്തിലില്ല എന്നാണ്. പുതിയ സമുദ്ര ക്രമീകരണങ്ങൾ വേണം, അത് ഇറാന്റെ സുരക്ഷ ഉറപ്പു നൽകുന്നതാകണം. ഒമാനുമായി ഉന്നത തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയോടുള്ള കടുത്ത അവിശ്വാസമാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത്. കാരണം അമേരിക്കയെ വിശ്വസിക്കുന്നത് സ്വന്തം കഴുത്തിൽ കയറിടുന്നത് പോലെയാണെന്ന് ഇറാന് നന്നായി അറിയാം. അതിനിടയിലാണ് മേഖലയിൽ മറ്റൊരു വൻ മാസ്റ്റർ സ്ട്രോക്ക് അത് സംഭവിക്കുന്നത്. സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇറാനെ ഒറ്റപ്പെടുത്താം എന്ന് കരുതിയ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ മേഖലയിലെ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷ സ്വന്തം കൈകളിൽ എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യത്തിന് ഇതോടെ തിരശ്ശീല വീഴുകയാണ് എന്ന ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. അമേരിക്കയുടെ അടിച്ചമർത്തലുകൾക്ക് അതിനു മുന്നിൽ തലകുനിക്കാതെ സ്വന്തം ജനതയ്ക്കും ആത്മാഭിമാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഇറാൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഒരു ചരിത്രപരമായ പ്രതിരോധമാണ് ഇവിടെ തീർക്കുന്നതെന്ന് പറയാം. കാരണം ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെയും തളർത്താനാവില്ലെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, വരും ദിനങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നവയായിരിക്കും എന്ന് തീർച്ചയാണ്. കാരണം അമേരിക്കയുടെ അഹങ്കാരത്തിന് മുന്നിൽ സ്വന്തം പരമാധികാരം പണയം വെക്കാതെ പോരാടുന്ന ഇറാന്റെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാമ്രാജ്യത്വ ശക്തികളുടെ ഉപരോധങ്ങളെ തകർത്തെറിഞ്ഞ ഇറാൻ ഈ പോരാട്ടത്തിൽ വിജയിക്കുമോ? ഇറാന്റെ ഈ വിയോജിതമായ പ്രതിരോധത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.